Hello. Is it Assistant Collector of Customs? Sir. You go ahead, sir. Hey, mister. നിങ്ങളൊന്ന് പുറത്തു നിൽക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കണം. ഹലോ കൈമൽ ഹിയർ. ഹലോ സർ, നമ്മുടെ കമ്പനിയിലുള്ള വീഡിയോ എടുക്കണം സർ. അയ്യോ, ആ ഫയൽസ് എല്ലാം ഒന്ന് കാണണം. നിങ്ങളാരാ? ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാവും പിടിച്ചെടുത്തത്. ഇനി ഇപ്പൊ കേസ് പറയാനും കുറെ ചെലവാകും. എടോ, കാശ് നമുക്ക് നാളെ ഉണ്ടാക്കാം. എന്റെ പേടി അതല്ല. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും മുഖ്യനറിയാം. ഇനി ഇതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം വല്ലതും പോയാൽ അതോടെ നമ്മുടെ എല്ലാ കളികളും തീരും. കയ്യും കണക്കുമില്ലാതെ ജിക്ക് കാശ് വാരി എറിയുന്നുണ്ട്. കിട്ടിയ ചാൻസിൽ നമ്മളെ ഷെഡിലാക്കാൻ അയാളുടെ നീക്കം. നമ്മുടെ കൺസേൺസ് റെയ്ഡ് ചെയ്യിച്ചതിന് പ്രതികാരമായി നമ്മളും ജി കെയുടെ ഓപ്പറേഷൻസിനെ കുറിച്ച് അധികാരികൾക്ക് വിവരം ചോർത്തി കൊടുക്കണം. പരസ്പരം വെട്ടി മരിക്കാമെന്നല്ലേ? രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ളതിനേക്കാൾ കിടമത്സരമാണല്ലോ അധോലോകക്കാർ തമ്മിൽ. ഈ പക തീർത്തില്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും ദോഷമാ. പിന്നെ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ സാറ് പറയുന്നത്? ഞാനൊരു വഴി പറയട്ടെ. സാറ് മനസ്സ് വെച്ചാൽ ജി കെയെ കൂടി നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്പ്യാർ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. ദൈവമേ, എന്റെ ശനിദശ തീർന്നു. ഇപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകൾ മാറിയല്ലോ. സോ ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഓക്കെ? ഓക്കെ. അപ്പോ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഏതായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആ ശ്യാം പ്രകാശിന്റെ മുമ്പിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മാന്യന്റെ രൂപത്തിലല്ലേ നിങ്ങൾ അവതരിച്ചത്. ആ ഇമേജ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് വെച്ച് നമുക്ക് പലതും ക്യാഷ് ചെയ്യാൻ പറ്റും. എന്റെ സെന്റിമെന്റൽ അപ്രോച്ചിൽ വീണ് കിടക്കുക പ്രകാശ്. ഇപ്പൊ അവനെ ഏത് കുഴിയിൽ ചാടിക്കാനും എന്നെ കൊണ്ട് പറ്റും. എന്താ അതുപോലെ? കളിക്കും. അറ്റ്ലീസ്റ്റ് മോഹന്റെ കല്യാണം കഴിയുന്നത് വരെയെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റൂ. അങ്ങനെ താൽക്കാലികമായി എന്തെങ്കിലും വഴി കണ്ടതുകൊണ്ടായില്ല. അത്ര പെട്ടെന്ന് കെട്ടടങ്ങുന്നതല്ല പ്രകാശിന്റെ പ്രതികാരം. പാർട്ടിയിൽ നിങ്ങളോട് ശത്രുതയുള്ള ഒരു പ്രബല ഗ്രൂപ്പ് പ്രകാശിന്റെ സപ്പോർട്ടിനെത്തുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പ്രകാശിന്റെ കയ്യിലുള്ള റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടാൽ അതോടെ നമ്മുടെ എല്ലാ കളികളും അവസാനിക്കും. ഐ നോ, വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണത്. എസ്പെഷ്യലി വി ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് ശ്യാം പ്രകാശ് ഈസ് എ ലീഗൽ വിസാർഡ്. നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ചാൽ പ്രകാശിനെ എന്നേക്കുമായി ഒഴിവാക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നോനോ, ഈ അവസരത്തിൽ പ്രകാശിനെ കൊന്നാൽ നാച്ചുറലി നമ്മളെ ആവും ആദ്യം സംശയിക്കുക. അതിനി അല്പം പോലും ലൂപ്പ് ഹോൾ ഇല്ലാത്ത ഒരു മർഡർ ആയിരുന്നാൽ കൂടി. ഇപ്പോ തന്നെ മുഖ്യന്റെ ആൾക്കാർ എനിക്കെതിരായി തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന് പ്രകാശിനെ കൊല്ലണമെന്ന് ആര് പറഞ്ഞു? പിന്നെ സാറ് അവൻ മേലെയുണ്ട്. മേ ഐ കം ഇൻ സർ? യെസ് സർ, എനിക്ക് മാപ്പ് തരണം. ഞാൻ സാർ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചപ്പോ ഞാൻ അവരുടെ വലയിൽ വീണുപോയി സാർ.
ഗോപാലകൃഷ്ണൻ ഇരിക്കെ. സാർ, ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാനും എനിക്ക് സാധിക്കും സാർ. ഗീതയുടെ കൊലപാതകത്തെക്കുറിച്ചും GK-യുടെ കള്ളക്കളികളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഞാൻ തരാം, തെളിവ് സഹിതം. അത് സാറിന് കേസ് വാദിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആകും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ കാർ ഒന്ന് സെർച്ച് ചെയ്യണം. എന്താ കാര്യം? നിങ്ങളുടെ ജൂനിയർ ആയിരുന്ന മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ഇന്നലെ രാത്രി നിങ്ങൾ തട്ടിക്കൊണ്ടുപോയതായി അയാളുടെ അമ്മ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയെന്നോ? വാട്ട് യു മീൻ? ഐ മീൻ വാട്ട് ഐ സേ. ഇതാ വാറന്റ്. You are under arrest. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദത്തോട് യോജിക്കുവാൻ കഴിയുന്നില്ല. പ്രതിക്ക് സമൂഹത്തിലുള്ള സ്ഥാനവും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലുള്ള പ്രാഗൽഭ്യവും കണക്കിലെടുത്ത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലെ സെക്ഷൻ 437 പ്രകാരം പ്രതി ശ്യാം പ്രകാശിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു. പ്രകാശ്, അതെ, ഞാൻ തന്നെ. പുതിയ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുകയാണല്ലേ? കൊലക്കേസിൽ കുടുക്കി എന്നെ എന്നേക്കുമായി അങ്ങ് ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചു അല്ലേ? മനസാക്ഷിയില്ലാത്ത റാസ്കൽ. ഓരോ പ്രാവശ്യവും തന്നെയും തന്റെ മകനെയും ജയിലിലാക്കാതെ നോക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം. പ്രകാശ്, നിങ്ങൾ ശബ്ദിച്ചു പോകരുത്. ചതിയുടെയും വഞ്ചനയുടെയും അടിത്തറയിലാണ് താൻ തന്റെ അധോലോക സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓരോരോ തിരിമറിക്കും അപ്പപ്പ കാശ് വാങ്ങിച്ച് സർക്കാരിനെ സേവിക്കുന്ന മാന്യൻ. അധികാര കസേര ഉറപ്പിച്ചു നിർത്താനായിരിക്കും ഈ തെണ്ടികളുടെയൊക്കെ പാദസേവ സാർ നടത്തുന്നത്. മകൾക്ക് എത്രയും പെട്ടെന്ന് വേറെ ചെറുക്കനെ അന്വേഷിച്ചോണം. ഇവനുമായിട്ടുള്ള വിവാഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഗോപാലകൃഷ്ണന്റെയും ഗീതയുടെയും കൊലപാതകങ്ങളെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ 2 കൊലപാതകങ്ങളും നടത്തിയത് ആരാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും ഡേർട്ടി ടാറ്റിക്സിനാണ് ഭാവമെങ്കിൽ ചോരക്കളി എനിക്ക് വശമില്ലെന്ന് ആരും കരുതണ്ട. ഒരു പുതിയ ശ്യാം പ്രകാശിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും, ഓർത്തോളൂ.